നമുക്കിവിടെ ഒരു ഈഫ് ആൻഡ് റൂൾ ഈഫ് കണ്ടീഷനാണ് കാണേണ്ടത്. എം ഒരു മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ആർ ബൈ എം ഫീൽഡാണ് തന്നിട്ടുള്ളത്. ആർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. എം എന്ന് പറയുന്നത് ഐഡിയൽ ഓഫ് ആർ. നമ്മൾ ആദ്യം തന്നെ എം മാക്സിമൽ ഐഡിയലാണെന്ന് എടുത്തിട്ട് ആർ ബൈ എം ഫീൽഡാണ് കാണിക്കുക. ആർ ബൈ എം ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. എന്തൊക്കെയാണ്? ഒന്ന്, ആർ ബൈ എം എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആവണം. രണ്ടാമത്, ആർ ബൈ എമ്മിൽ ഒരു നോൺ സീറോ ആയിട്ടുള്ള ടേം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് ഉണ്ടാവണം. ഇൻവേഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 1 = a × a ഇൻവേഴ്സ് എഴുതുന്ന പോലെ 1 + m = a + m × a ഇൻവേഴ്സ് + m എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുക. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ആർ ബൈ എമ്മും ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. ഇനി നമുക്ക് ഇത് കാണിക്കണം. ഇത് കാണിക്കാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഈ മാക്സിമൽ ഐഡിയലിൻ്റെ കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. എം മാക്സിമൽ ഐഡിയൽ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഐഡിയലാണ് മാക്സിമൽ ഐഡിയൽ. അപ്പോൾ എമ്മിനേക്കാളും വലിയൊരു ഐഡിയൽ എൻ എന്ന് പറയുന്ന ഐഡിയൽ അവിടെ ഉണ്ടാവില്ലല്ലോ. ഇനി അങ്ങനെ ഒരു ഐഡിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എൻ എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മുടെ റിങ്ങിന് ഈക്വൽ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിന് ഈക്വൽ ആയിരിക്കും. ഞാൻ അങ്ങനെ ഒരു എന്നിനെ ഇവിടെ എടുക്കുകയാണ്. എൻ എന്ന് പറയുന്നത് RA+M എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഈ ഐഡിയൽ ഉണ്ടാവുക. ഓക്കെ, ഈ എം എന്ന് പറഞ്ഞ മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട് ഇവിടെ എം എന്ന് പറഞ്ഞാൽ മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട് എം ഒരിക്കലും എൻ ആവില്ല. പക്ഷേങ്കിൽ എൻ എന്ന് പറയുന്നത് ആറിന് ഈക്വൽ ആയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെ എലമെൻറ്റ്സ് ആരെടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ റിങ്ങിലുള്ള എലമെൻറ്റ്സ് കൂടി ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം അല്ലേ? n = RA+M. അത് നമുക്ക് പ്രൂവ് ചെയ്യാം. അത് അവിടെ നിൽക്കട്ടെ കേട്ടോ, നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ റിങ്ങിലൊരു എലമെൻ്റ് അല്ലേ 1 എന്ന് പറയുന്നത്? റിങ്ങിലൊരു എലമെൻറ്റ് 1. ഇനി ആറിലുള്ള എലമെൻറ്റ്സും എന്നിലുള്ള എലമെൻറ്റ്സും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റ് എന്നിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ 1 എന്നിലെടുത്തു. ഇനി എന്നിലുള്ള എലമെൻറ്റ്സിൻ്റെ ഒക്കെ ഫോം ഇതിലാണ്, ഇങ്ങനെ ഒരു ഫോമിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1 = RA+M എന്ന് ഇതാ അല്ലേ? ഇനി 1 + m ഇനി ഇതാ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. ഇവിടെ രണ്ട് ഭാഗത്തും എന്തുണ്ട്? ഒരു +m ഇട്ട് കൊടുത്തു. രണ്ട് ഭാഗത്തും +m ഇട്ട് കൊടുത്തു. ഇനി RA+M + m നമുക്ക് RA+M എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതാ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. R+M A+M എന്ന് പറയുന്ന ഫോമിൽ എഴുതി. ഇപ്പോൾ നോക്കിയേ 1 + m = R+M A+M. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയേ. ഇവിടെ A+M ഉണ്ട്, ഇവിടെ A+M ഉണ്ട്, ഇവിടെ 1 + m ഉണ്ട്, ഇവിടെ 1 + m ഉണ്ട്. അപ്പോൾ ഇവിടെ A ഇൻവേഴ്സ് + m പകരം ഇവിടെ R+M ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇൻവേഴ്സ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഇൻവേഴ്സ് നമുക്കിവിടെ കിട്ടിയല്ലോ R+M. അപ്പോൾ അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു നോൺ സീറോ ടേം R ബൈ എം എന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയൽ അവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് പ്രൂവ് ചെയ്യണം. ഐഡിയൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ നമുക്കിതാ ഈ 3 കാര്യങ്ങൾ കാണിക്കണം. ഒന്ന് n സബ്റിങ് ആണെന്ന് കാണിക്കണം. ഇനി xn എന്ന് ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്നിലുണ്ടെന്ന് കാണിക്കണം. m എന്ന് പറയുന്നത് എന്നിൻ്റെ സബ്സെറ്റ് ആണെന്ന് കാണിക്കണം. n സബ്റിങ് ആണെന്ന് കാണിക്കൽ നിർബന്ധമല്ലേ? നമ്മുടെ R എന്ന് പറഞ്ഞാൽ റിംഗ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സബ്റിംഗ് ആണ് n എന്ന് ആദ്യം കാണിക്കണം. അത് എന്തൊക്കെ കാണിക്കണം എന്നറിയോ? അഡീഷൻ ക്ലോസ്ഡ് ആണ്, അസോസിയേറ്റീവ് ആണ്, അവിടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്, അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കാണിക്കണം. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണെന്നും അസോസിയേറ്റീവ് ആണെന്നും കാണിക്കണം. ഇത് ജസ്റ്റ് നിങ്ങൾ 2 എലമെൻ്റ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യും കേട്ടോ. ഇനി അടുത്തത് കാണിക്കേണ്ടത് ഐഡിയലിൻ്റെ പ്രോപ്പർട്ടി. ഐഡിയലിൻ്റെ പ്രോപ്പർട്ടി എന്താ? നമ്മൾ ആ റിങ്ങിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് x എടുത്തിട്ട് n എന്ന് പറയുന്ന ഐഡിയലിലുള്ള എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് n-ൻ്റെ ഉള്ളിൽ തന്നെ വരണം. ആ കണ്ടീഷൻ നമുക്ക് കാണിക്കണം. ആ കണ്ടീഷൻ എങ്ങനെയാണ് കാണിക്കുക? നമ്മൾ xn-ൽ ഒരു എലമെൻറ്റ് എടുക്കുക. n-ലുള്ള എലമെൻറ്റ്സ് ഏത് ഫോമില്ല? RA+M. അപ്പോൾ ഇതാ x × RA+M. അത് ഇതാ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ വരുമല്ലോ. ഇനി നോക്കിയേ, x എവിടെയുള്ള ആളാണ്? x എന്ന് പറയുന്നത് ആറിലുള്ള ആളാണ്. അതേപോലെ ആർ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? ആറിന്ന്. അപ്പോൾ ഇതും ആറിൽ, ഇതും ആറിൽ. അപ്പോൾ ഇത് മൊത്തം എവിടെയുള്ള ടേമായി? ആറിലുള്ള ടേമായി. അപ്പോൾ ഇത് നോക്കിയേ, ആറിലുള്ളൊരു ടേം × a എന്ന് പറയുന്ന ഒരു ഫോമായി അല്ലേ? അപ്പോൾ ഇവിടെ RA തന്നെ ആയിരിക്കും ഇവിടെയും വരിക. ഇനി നോക്കിയേ, x × m. m എന്ന് പറഞ്ഞാൽ ഐഡിയൽ അല്ലേ? അപ്പോൾ x × m എവിടെ വരും? m-ൽ തന്നെ വരും, ഐഡിയൽ ആയതുകൊണ്ട്. അപ്പോൾ വീണ്ടും RA+M എന്ന് പറയുന്ന ഫോമിൽ ഇവിടെ കിട്ടി. അപ്പോൾ xn-ൽ ഒരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് n തന്നെ ഉണ്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് m സബ്സെറ്റ് ഓഫ് n എന്ന് കാണിക്കണം. m സബ്സെറ്റ് ഓഫ് n എന്ന് കാണിക്കുന്നത് എന്തിനാണ്? നമ്മൾ പറഞ്ഞു നമ്മൾ എടുത്തിട്ടുള്ള ഐഡിയൽ മാക്സിമൽ ഐഡിയൽ m ആയിരുന്നു. അതിനേക്കാളും വലിയൊരു ഐഡിയലാണ് നമ്മൾ n എന്ന് എടുക്കുന്നത്. ഈ n = r ആണെന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? m മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട്. അപ്പോൾ m സബ്സെറ്റ് ഓഫ് n എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ m-ലുള്ള ഏത് എലമെൻറ്റ്സിനെയും n-ൻ്റെ ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് കാണിച്ചാൽ മതി. ഞാൻ m-ലുള്ള ഒരു എലമെൻറ്റിനെ സ്മോൾ m ആക്കി എടുക്കുന്നു. ഈ സ്മോൾ m-നെ എനിക്ക് 0 × A+M എന്ന് എഴുതി കൂടെ? 0 × A+M പറഞ്ഞാൽ സ്മോൾ m തന്നെയാണ്. 0 എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ആറിലുള്ള ഒരു എലമെൻ്റ് ആണല്ലോ. 0 ബിലോങ്സ് ടു നമ്മുടെ റിങ്ങിലുള്ള എലമെൻറ്റാണ്. അപ്പോൾ RA+M എന്ന് പറഞ്ഞ ഫോമിൽ നമുക്ക് ഈ സ്മോൾ എമ്മിനെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ RA+M എന്ന് പറയുന്ന ഫോം എവിടെയുള്ള? RA+M എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നിലുള്ള ആൾക്കാരാണ്. അപ്പോൾ m-ലുള്ള ഏത് എലമെൻറ്റിനെ എടുത്ത് കഴിഞ്ഞാലും അത് എന്നിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ ഈ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്ത്. അപ്പോൾ ഈ 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇത് കിട്ടിയല്ലോ.
ഓക്കെ, ഇങ്ങനെ ഒരു ഐഡിയൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, ബാക്കി വരെ പറഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പ്രൂവ് ചെയ്ത് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് R/M ഫീൽഡ് ആണെങ്കിൽ M മാക്സിമൽ ആണെന്ന് കാണിക്കണം. ഇതിനെന്താ ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ R/M ഫീൽഡാന്ന് എടുത്തു, M മാക്സിമൽ അല്ല. M മാക്സിമൽ അല്ലെങ്കിൽ എമ്മിനേക്കാളും വലുതായിട്ടുള്ള ഒരു ഐഡിയൽ N അവിടെ ഉണ്ടാവുമല്ലോ. ഇനി നമ്മൾ അവിടെ ഒരു ഗാമ എന്ന് പറയുന്ന ഒരു കാനോണിക്കൽ ഹോമോമോർഫിസം നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. ഇവിടുന്ന് എങ്ങോട്ടേക്ക് R/M R/Mലേക്ക് ഒരു കാനോണിക്കൽ ഹോമോമോർഫിസം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഇതെന്തായിരിക്കണം? on2 ആയിരിക്കണം. on2 ആവാൻ വേണ്ടിയിട്ട് ഞാൻ Rലെ ഒരു എലമെൻറ്റ് A എടുക്കുന്നു. ഈ A എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? A+Mലേക്ക്. ഓക്കെ, അപ്പോൾ ഏതൊരു A+M എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡൊമൈനിൽ ആരുണ്ടാവും? ഒരു A ഉണ്ടാവും. അപ്പോൾ ഇത് on2 ആയല്ലോ. on2 ആയി കഴിഞ്ഞാൽ ഇത് കാനോണിക്കൽ ഹോമോമോർഫിസം ആയല്ലോ, ആയി കഴിഞ്ഞു. ഇനി നോക്കിയേ, ഞാൻ ഈ Rൻ്റെ ഐഡിയലായിട്ട് Nനെ എടുക്കുക. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു N ഉണ്ട് എന്ന്. മാക്സിമൽ നമ്മൾ M മാക്സിമൽ അല്ലാന്ന് എടുത്തപ്പോൾ എമ്മിനേക്കാളും വലുതായിട്ടുള്ളൊരു ഐഡിയൽ N ഉണ്ട്. ഈ Nനെയാണ് ഞാൻ ഗാമൻ്റെ ഐഡിയലായിട്ട് എടുക്കുന്നത്. ഈ ഗാമൻ്റെ ഐഡിയൽ N ആണെന്നുണ്ടെങ്കിൽ R/Mൻ്റെ ഐഡിയൽ എന്താ വരിക? ഗാമ ഓഫ് N ആയിരിക്കും. ഓക്കെ, R/Mൻ്റെ ഐഡിയൽ എന്താ? ഗാമ ഓഫ് N ആയിരിക്കും. അപ്പോൾ ഗാമ ഓഫ് N ഇതിൻ്റെ ഐഡിയലാണ് കിട്ടി. അപ്പോൾ R/Mൻ്റെ ഐഡിയലായിട്ട് നമുക്ക് ഗാമ ഓഫ് N എന്ന് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ R/M ഒരു ഫീൽഡാന്ന് എടുത്തു, പക്ഷേങ്കിൽ അതിന് നമുക്കൊരു പ്രോപ്പറായിട്ട് നോൺ ട്രിവിയലായിട്ടൊരു ഐഡിയൽ കിട്ടുമോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫീൽഡിന് ഒരിക്കലും പ്രോപ്പറായിട്ട് നോൺ ട്രിവിയലായിട്ട് കിടക്കുന്ന ഒരു ഐഡിയൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒരു N എന്ന് പറയുന്ന ഐഡിയൽ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ M ആയിരിക്കും അവിടുത്തെ മാക്സിമൽ ഐഡിയൽ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്.